പോടാ പട്ടി, ഇത്രയും കാലമായിട്ട് നിന്റെ അസുഖം ഒന്നും മാറിയില്ലേ? എടി ഇത് ഞാനാടി, ഓമനക്കുട്ടൻ. അയ്യോ, നിങ്ങളായിരുന്നോ? നീയൊന്ന് ഇങ്ങോട്ട് വന്നേ, വരുമ്പോ ഒരു മുണ്ടും എടുത്തോ. മനുഷ്യന്റെ ഒരു കാര്യം. നിന്റെ ആങ്ങളില്ല മുണ്ടൂരാൻ, നാട്ടുകാരെ മുണ്ടും പറഞ്ഞിട്ടാടി എക്സ്പോർട്ട് ചെയ്യണത്. അതെ, അവന് തലയ്ക്ക് നല്ല സുഖമില്ലാന്ന് അച്ഛനമ്മയും പറയണ കേട്ടു. എന്താ ഉണ്ടായേ? അവൻ എന്നെ കൊണ്ട് ഒരു മൊട്ടക്കുന്നിന്റെ മുകളിൽ കയറി. അവർക്കെന്നപ്പോ എന്റെ മുണ്ടും പറിച്ച് ഒറ്റോട്ടം. ഞാനാണെങ്കിൽ അടിയിൽ ഒന്നും ഇട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ തോട്ടിലേക്ക് എടുത്ത് ചാടി. നാളെ മറക്കാൻ അരക്കുപ്പം വെള്ളത്തിൽ കിടന്ന് ആ തോട്ടിലാണെങ്കിൽ പണ്ടാറ മീനിന്റെ ചെല്ലു. അപ്പോഴേ ഒരാൾ തോട്ടെറിഞ്ഞ് മീനെ പിടിക്കാൻ വന്നേക്കണു. എന്നിട്ട് തോട്ട പൊട്ടിയ തീർന്നില്ലേ? ആ തോട്ടക്കാരനെ പറഞ്ഞവിടെ ഞാൻ പെട്ട പാട്. എന്തായി കേക്കണേ? അതെ, ഞാൻ ആദ്യം വനജയെന്ന് വിളിച്ചപ്പോ നീ ആരാണെന്നാ വിചാരിച്ചത്? അത് ഞാൻ വിചാരിച്ചത് പട്ടിയാണെന്നാ. പട്ടിയൊക്കെ നിന്നെ വനജയെന്നാ വിളിക്കാറ്? ചില പട്ടികളൊക്കെ എന്നെ അങ്ങനെ വിളിക്കാം. ഓഹോ, എന്തിന്? ഉണ്ണി വലിച്ചെറിഞ്ഞ ചോറ. ഞാൻ വിചാരിച്ചെന്റെ തലച്ചോറ് പുറത്തേക്ക് ഒന്നാണ്. അതിന് തലയ്ക്കകത്ത് അത് ഉണ്ടെങ്കിലല്ലേ പുറത്തേക്ക് വരും. ഓഹോ, അതുണ്ടെങ്കിലേ പുറത്തേക്ക് വരും. വേണ്ട. റൊട്ടി കഞ്ഞിയിൽ മുക്കി തേച്ച് വടി പോലെ ആക്കിക്കോട്. എന്നിട്ട് വേണം അത് വെച്ച് അടിച്ചെന്നെ നിറകം തന്നെ പൊട്ടിക്കാൻ. ഇപ്പൊ തന്നെ പൊളിക്കാട്ടാ. പറഞ്ഞതാ. റൊട്ടി സ്ത്രീട്ട് തരാനാണെങ്കിൽ മോൻ എന്നോട് പറയായിരുന്നില്ലേ? ചേച്ചി ഇട്ട് തരായിരുന്നില്ല റൊട്ടി. ഓ വിളിച്ചോ, വരണേട്ടാ. വേണ്ട വേണ്ട വേണ്ട. നീ ഇത്രയും കാലം ദുബായിലായിരുന്ന ദുബായിൽ കഴിഞ്ഞ ഫ്ലൈറ്റിനല്ലേ ലാൻഡ് ചെയ്തത്? അളിയാ ഹായ്. അളിയന്റെ കണ്ണന്റെ ബുൾസൈ പോലെ ഇരിക്കണേ. നിനക്കിപ്പോ ബുൾസൈ ആയിട്ടും ഓംലേറ്റ് ആയിട്ടൊക്കെ തോന്നും. കാരണം നീ ഇപ്പൊ മുട്ടയെന്ന് വിരിയാത്ത പ്രായമാണല്ല. അയ്യോ, അളിയന്റെ വയറെന്താ വീർത്തിരിക്കണേ? ഇതിനകത്ത് കുട്ടിയുണ്ടാ? വനത്തെ കഞ്ഞിയായില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്താവാനാ? അമ്മിക്കുട്ടി, എനിക്ക് ഇതുപോലത്തെ ഒരു ബുൾസൈ വേണം. എന്താ ഉണ്ണേട്ടാ ഇത്? ഇത് ഉണ്ണിയേട്ടന്റെ അളിയനല്ലേ? അങ്ങനൊക്കെ പറയാവോ? ഈ അളിഞ്ഞ സാധനത്തിനാണ് അളിയെന്ന് പറയണേ. വനത്തെ എന്തെങ്കിലും നാടൻ ബീജം തിളങ്ങുന്നു. ലോക്കൽ സെമൻ ഷൈനിങ്. പാവപ്പെട്ടവന്റെ വോട്ട് വാങ്ങി വിജയിച്ച ഒരു സാധാരണ മൃഗത്തിന്റെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാത്ത ഇവിടുത്തെ എംഎൽഎക്ക് എങ്ങനെ മനുഷ്യരുടെ ക്ഷേമങ്ങൾ നിലനിർത്താൻ സാധിക്കും? സുഹൃത്തുക്കളെ, എനിക്കറിയുമോ എന്ന് നിങ്ങൾക്കറിയില്ല. അങ്ങ് വടക്ക് യുപിയിലും ഗുജറാത്തിലുമെല്ലാം ഗോകുൽ ദൈവങ്ങളാണ് ദൈവങ്ങൾ. അതുകൊണ്ട് ഇനി ഇവിടുത്തെ മൃഗങ്ങളുടെ കണ്ണീര് പോവാനും സ്വാന്തനിപ്പിക്കുവാനും അവരുടെ നീറുന്ന സ്വകാര്യ പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും ഇവിടുത്തെ ഒരേ ഒരു ശക്തിക്ക് കഴിയൂ. ഇത് ഭരതേട്ടന്റെ വകയാ. ഞാനിപ്പോ നിങ്ങളുടെ ആളാ. അത് തന്നെയാ തന്നത്. കഴിഞ്ഞ ദിവസം വരെ നീ മറ്റവരുടെ പഠിക്കലായിരുന്നു. അവിടുന്ന് ചവിട്ടി പുറത്താക്കിയപ്പോ ഇപ്പൊ ഇവിടെ ഓന്തിനെ പോലെ നിറം മാറുന്ന നിന്നെ എങ്ങനെ വിശ്വസിക്കാനാടാ തെണ്ടി? അടിയടാ അവനെ. സുഹൃത്തുക്കളെ, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്താൻ ഒരു കൈ സഹായിക്കുക, നാടൻ കൊണ്ട് നാട് നന്നാക്കാൻ ഒരു കൈ സഹായിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് ഒച്ചിറ വേലി നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരം പുതിയ വഴിത്തിരിവിലേക്ക്. നീ വീണ്ടും വന്നല്ലേ? മൃഗവൈദ്യ, ഇപ്പൊ ഞാൻ പിടിച്ചിരിക്കുന്നത് അങ്ങ് കേന്ദ്രത്തിലാ. ഒന്നുകിൽ നിനക്കൊരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ നിന്റെ വീട്ടുകാർക്ക് ഒരു ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി. ഏത് വേണമെന്ന് നിനക്ക് ഇപ്പൊ തീരുമാനിക്കാം. ദൈവം തീരുമാനിച്ച് വീട്ടുകാർക്ക് ബോംബ് പൊട്ടിയ ഡെഡ് ബോഡി പൊട്ടി. ബോംബ് പൊട്ടി. ഹരീന്ദ്രന്റെ കൈ കൊണ്ടവന്റെ കഥ തീർന്ന്. ഓടല്ലേ. മൃഗജീവികളുടെയും ഇവിടത്തെ മൃഗോദരന്മാരുടെയും ശ്രദ്ധയ്ക്ക് ഒരു സാധാരണക്കാരനെ രക്ഷിക്കാൻ ഒരു പാർട്ടിക്ക് കഴിയില്ല. അവന്റെ സമുദായത്തിന് മാത്രമേ കഴിയൂ. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വിത്തുകാളകളുടെ വികാരപരമായ ആവശ്യങ്ങൾ സംരക്ഷിച്ചിട്ടാൽ മാത്രമേ വിദേശ. അതുകൊണ്ട് ഈ സമരം കാൽനടയായി കണിച്ചുകുളങ്കര വഴി സെക്രട്ടേറിയറ്റിലേക്ക്. ചലോ ചലോ സെക്രട്ടേറിയറ്റ്. ഈ നാട്ടിൽ നിന്നും നമുക്ക് രക്ഷപ്പെടണം. കാവിലെ തെയ്യത്തിന്റെ അന്ന് രാത്രി ഞാൻ ഒരുങ്ങി വരും. കൈവെടിയരുത്.
സാങ്കേതിക തകരാറ് മൂലം എന്റെ സെക്രട്ടേറിയറ്റ് യാത്ര കാവിലെ തെയ്യം കഴിയുന്നതുവരെ മാറ്റിവെച്ചതായി ഞാൻ അസന്നിഗ്ധമായി അറിയിച്ചുകൊള്ളുകയാണ്. ജയ് കാവിലമ്മ. ഇവിടെ ആരും വരില്ല. കുറുമ്പനാ? അതേത് കുറുമ്പൻ? ഇതൊന്ന് അറിഞ്ഞിട്ട് തന്നെ കാര്യം. വേണ്ട. എന്താ ഇത്? കള്ളൻ. ആരോടെ ഇവിടെ സംസാരിക്കണത്? പുറകെ പോയി നോക്കാം. അണിയാത്ത വളകൾ ഇതുകൊണ്ട് മിന്നിപ്പിച്ചേക്കണേ. ആരുമില്ല. വേലു ഇവിടുന്നു ചേട്ടൻ പോയിട്ട് ചേച്ചിയായിട്ട് വേഗം വരാട്ടാ. വേലുവല്ലേ? സാർ ഒന്നും കഴിച്ചില്ലല്ലോ. ഞാൻ പുറത്തുനിന്ന് കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയ സ്പെഷ്യൽ ചിക്കൻ ഗുലാബി എല്ലാം ടേബിളിൽ ഇരിക്കുന്നു. അതാ കഴിച്ചോ? എന്താണോ ഇത് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല സാർ. ഞാൻ വായിക്കുന്നത് അല്ല, കോടികൾ ഉണ്ടായിട്ട് എന്ത് കാര്യം? മനുഷ്യനെ പോലെ എന്തെങ്കിലും ഒരു സുഖം അനുഭവിക്കാൻ സാറിന് കഴിയുന്നുണ്ടോ? മനസ്സിലായില്ല. അല്ലെങ്കിൽ സാറ് മനസ്സിലുള്ള ഒന്നും പുറത്ത് കാണിക്കില്ല. പക്ഷെ സാറിന്റെ വികാരം എനിക്കറിയാം. മുട്ടയെന്ന് വിരിയാത്ത എന്തിനോമാർക്ക് ഇതിനെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? തനിക്കെന്താ വട്ടിളയോ? ഇല്ല, ഇക്കണക്കിന് പോയാ വട്ടിളകും. എനിക്കല്ല, സാറിന്. അത് കണ്ടു നിൽക്കാനുള്ള ശക്തി എനിക്കില്ല സാർ. സാറേ വിസിലൊന്നടിക്കണം. എന്തിന്? ധൈര്യമായിട്ടടിക്കണം. ചുമ്മാ ഒന്ന് അടിച്ചു നോക്കണം സാർ. ஏன் சார் ஆட்டு பிடிக்கலையா? ആരാടോ ഇത്? കരകാട്ടക്കാരി കാമാക്ഷി, ഉഗ്രൻ ഡാൻസറാ. ஆமா சார். ഇവിടെ നിന്ന് വന്നു. അത് ഞാൻ പ്രത്യേകിച്ച് പറയണം. മോഹങ്ങൾ ഒന്നും ഇങ്ങനെ മനസ്സിൽ അടക്കി ഒതുക്കി മടക്കി പിടിച്ചോണ്ട് നടക്കരുത് സാറേ. തലച്ചോറിനെ ബാധിക്കും. ഇവളെ കൊണ്ട് സാറിന്റെ മോഹങ്ങൾ പൂവണിയട്ടെ. അയ്യോ കാമാക്ഷി, ഞാനെന്തോ മതപ്പെട്ടിരിക്കണോ? അയ്യോ സാറേ, ഞാൻ ഉദ്ദേശിച്ച മെണ്ടിപ്പോറ്. മേലി ജാതി ചെറ്റതനം കാണിച്ചാണ്ടല്ലോ, തോക്കെടുത്ത് കൊല്ലരുത് சார். நான் நிக்கணுமா போணுமா? ഇവിടെ നിന്നാ സാർ വെടി വെക്കും. தள்ளுத വന്ന വഴിയെ പോ. என்ன வசனம்? என்ன அவருக்கு பிடிக்கலையா? അങ്ങനോട് ചോദിക്ക്. என்னோட ஒரு நாள் போச்சு. 500 ரூபாய் கொடு. 500 രൂപ? ഇവിടെ പാഷാണം വാങ്ങിക്കാൻ കാശില്ല, പിന്നെ 500 രൂപ. யோ கிண்டல் பண்றியா? മര്യാദയാ പണത്തെ കൊട്, ഇല്ലാട്ട മാനം പോയിടും. നീ വലിയ വരട്ടൊന്നും വരട്ടാതെ. അടുത്ത മാസം ശമ്പളം കിട്ടിട്ട് അപ്പൊ 500 കൂവാ നിന്റെ വീട്ടിൽ കൊടുത്താക്കി ഇപ്പൊ ഇറങ്ങിപ്പോ. എടി അയാൾ തോക്കെടുത്ത് എന്നെ തട്ടിക്കളയുന്നതിന് മുമ്പ് ഇറങ്ങി പോടി. ഹലോ മിസ്റ്റർ വട്ടക്കുമ്പിളി പറമ്പിൽ വാസു, ഇപ്പൊ നിന്നെ കാണാൻ എന്തൊരു യോഗ്യൻ. ഹൗ സ്റ്റുപ്പിഡ്. ചില മണ്ടന്മാർ ലണ്ടനിൽ പോകുന്നു വരുന്നു. എന്ത് പ്രയോജനം? വാട്ട് യൂസ്? അറ്റ പൊട്ടക്കുളം കണ്ടതുപോലെ ഇവിടെ ഒരുത്തർ അമേരിക്കയിൽ നിന്ന് വന്നിരിക്കുന്നത്. യുനോ ഐ മീൻ പുളുന്താ സാഹിബ് വന്നോ? കാമാക്ഷി ആരാ? நான் கரகாட்டக்காரி காமாட்சி. നിന്നോട് വരരുതെന്നല്ലേ പറഞ്ഞത്? പൊയ്ക്കോ പൊയ്ക്കോ. ആ வணக்கம் சார். ആ വണക്കം. வாசன் இல்லையா? അവൻ ഗസൽ പാടാൻ പോയിരിക്ക. ஓ
വീട്ടിലെ കൊണ്ടുവന്ന് പണം തരാൻ ചൊല്ലിച്ച്. അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൊണ്ട് തരും, വിശ്വസ്തനാണ് അവൻ. മേലാൽ നീ ഈ കാര്യം പറഞ്ഞോട്ട് വരണ്ട, പൊയ്ക്കോ. പണം கிடைக்காம நான் போக மாட்டேன். തരാവനല്ലടി പുല്ല. അമ്പരാജ് പാലുകോയി ധനദീപ ദിനായി അമ്പരാജ്. ഏവാടി അപ്പ കടയിലില്ല. വരായിരുന്നു. ആ എന്താണ് മൈന രാവിലെ ജോളിയായിട്ട് കൊത്തിപ്പറക്കി കിടക്കുന്നത്? നിറയെ കോഴികളുണ്ടല്ലോ. ഇന്നെന്താ കോഴി സദ്യ? കോഴി സദ്യയല്ല, കോഴികൾക്കുള്ള സദ്യ. അവിടെ ഇപ്പൊ നല്ല മേളമല്ലേ. കോൾഡ് സ്റ്റോറയിലെ കോഴികൾക്ക് ടേസ്റ്റ് പോരാ. നാടനെ കൺമുമ്പിലിട്ട് കൊന്ന് പപ്പും കൂടെയും പറിച്ച് കറി വെച്ച് കൊടുത്താലേ അമേരിക്കൻ സായിപ്പിന് എന്തരോമാർക്ക് ഇറങ്ങുമെന്ന്. ഉണ്ണിട്ടുണ്ട് അവിടെ. എവിടെ? ബംഗ്ലാവില്. കുറച്ചു ദിവസമായി സ്റ്റാൻഡിലും കാണാനില്ല, കടയിലും വരാറില്ല. അവൻ ഇനി വളയം പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. ലക്ഷക്കണക്കിന് വരുമാനമുള്ള ഒരു ബിസിനസ് അല്ലേ അവൻ തുടങ്ങിയിരിക്കുന്നത്. ബിസിനസ്സോ? ആ, പെനാൽറ്റിഫിക്കേഷൻ. നീ അവനോട്ട് കൂടുതൽ അടുക്കണ്ട. അടുത്ത നിന്നെ അവൻ പൊക്കും പൊക്കി മറ്റാർക്കെങ്കിലും വിൽക്കും. വേണ്ടാതിന് പറയില്ലേട്ടോ. ഉണ്ണേട്ട് അങ്ങനെയൊന്നും ചെയ്യില്ല. ആ, എന്നും വിചാരിച്ചോണ്ടിരുന്നോ? അറിയാത്ത പിള്ളക്ക് ചൊറിയുമ്പോഴറിയും. എടേ, സൂക്ഷിച്ചും കണ്ട് നടന്നില്ലെങ്കിലേ നിന്റെ കാറ്റ് പോവും. இதுவரைக்கும் ஒரு சம்பளம் கிடைக்கலையா? காசு கொடுத்துட்டு போயா? என்ன ஏமாத்த பாக்குறியா? நான் சொல்றது கேளு காமாட்சி. நீ ஒண்ணு சொல்ல வேண்டாம். பல்ல கைட்டு எடுத்துட்டு முண்டா. காமாட்சி. ஐயோ இது ஆடி. ஓடாத. எங்க போனா உன்னை நான் விட மாட்டேன். அந்த ஒரே ஒரு தடவை சொல்லுங்க வண்டி തരാം തരാം. 500 രൂപയല്ലേ തരാം. തുപ്പി ആരും വൃത്തിയിട്ട. ഈ കാമയക്ഷി ഒരു പേടി സ്വപ്നമാണ്. കാമാക്ഷി, നീ എന്നെങ്ങനെ നാട്ടിക്കാതെ ഞാൻ പൈസ തരാം. ഇതെന്ത് രോമോ? എന്തോ സത്തൊന്ന് കരുതിയല്ലേ? അങ്ങനെ ആരെങ്കിലും കറുതുവോ? എങ്ങടാ പൊണ്ണ്? പൊണ്ണോ? ഏത് പൊണ്ണ്? വെള്ളം പറഞ്ഞാവും കഴുത്തുക്ക് മേലെ തലയിരിക്കാതെ. നിന്റെ മത്തവന്മാര് തട്ടിക്കൊണ്ടുവന്ന എൻ പൊണ്ണും മായങ്ങളാ. ഓ, ആ പൊണ്ണോ? എന്റെ പൊന്ന് കാളിയപ്പാ, എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. ഇതെല്ലാം അവന്മാരുടെ പണിയാ. ആരുടെ? എന്റെ അച്ഛനാണ്. ആ ഉണ്ണി മുസ്തഫയും കൂടി ആ പെണ്ണിനെ ബംഗ്ലാവിലേക്ക് കൊണ്ടുവന്നത്. ഇപ്പോൾ മേരിക്കുട്ടിയുടെ വീട്ടിലുണ്ട്. ഏത് മേരിക്കുട്ടി? പുതിയ സെറ്റ് പെണ്ണു പിള്ള. അവളുടെ വീടെങ്കിൽ ഇവിടെ അടുത്ത റേസ് വ്യൂ നമ്പർ 36.